നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ബേസിസിലാണ് മറ്റുള്ളവരെ നമ്മളെ നോക്കിക്കാണുന്നത്. നമ്മൾ ഹാപ്പി, ഇൻ്റലിജൻറ്റ്, സ്മാർട്ടായിട്ടുള്ള, ഹൈ എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരും നമ്മളെ കാണുന്നത് അത്തരത്തിലുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ആരെക്കുറിച്ചെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ നമ്മളെക്കുറിച്ച് മറ്റാരും ആലോചിക്കുന്നില്ല. മറ്റുള്ളവരും എന്നെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന ചിന്ത പോലും വരുന്നത് നമ്മളെ മൈൻഡിലാണ്. അപ്പം നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചേക്കണം നമ്മളെ തോട്ട്സിൽ. നമ്മൾ നെഗറ്റീവിനെ കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള ആളായിട്ട് നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചേക്കണം. സിറ്റുവേഷൻസ് പോലും നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ബേസിസിലാണ്. നമ്മളിങ്ങനെ സ്മാർട്ടായിട്ടുള്ള ആളാണ് എങ്കിൽ നമുക്ക് സ്മാർട്ടായിട്ടുള്ള ആളാണെങ്കിൽ എന്താ, നല്ല സിറ്റുവേഷൻസ്, നമുക്ക് ഫേവറായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കില്ലേ? നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കില്ലേ? നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തെങ്കിലോ, ഇവരൊക്കെ എന്നെ കാണുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയായിട്ടാണ് എന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നാൽ തന്നെ എന്ത് സംഭവിക്കും? നമുക്ക് നല്ല സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമുക്ക് നല്ല സാഹചര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയണമെങ്കിൽ നമ്മളെ മൈൻഡിൽ നമ്മളെ പറ്റിയിട്ട് നല്ലതായിട്ട് വേണം പിക്ചറൈസ് ചെയ്ത് വെക്കാൻ. കാരണം എപ്പോഴും ജീവിതം എന്ന് പറയുന്നത് ഒരു റിഫ്ലക്ഷനാണ്. നമ്മളുടെ മൈൻഡിൽ നമ്മളെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നു അത് തന്നെയാണ് നമ്മൾ പുറമേ കാണുന്നതും. അപ്പോൾ എപ്പോഴും നമ്മളതിൽ കെയർഫുള്ളായിട്ടിരിക്കണം.